ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിലെ 54ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ പുറംകോണും എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളെല്ലാം തുല്യമാണെങ്കിൽ പുറംകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? കാരണം അത് അനുപൂരക കോണുകളാണ്. അപ്പോൾ അകക്കോണുകളെല്ലാം തുല്യമാണെങ്കിൽ പുറംകോണുകളും തുല്യം തന്നെ ആയിരിക്കും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്തായിരിക്കും? എത്ര വശങ്ങളായാലും ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 18 വശങ്ങളായാലും എന്ത് തന്നെയായിരിക്കും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. 18 എണ്ണത്തിൻ്റെത് 360 ആണെങ്കിൽ ഒരു പുറംകോണിൻ്റെ അളവ് എത്രയായിരിക്കും? 360നെ 18 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? അപ്പോൾ 360നെ 18 കൊണ്ട് ഹരിക്കുമ്പോൾ 20 എന്ന് കിട്ടും. അപ്പോൾ ഒരു പുറംകോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. PQRS എന്ന ചതുർഭുജത്തിൽ PQRS എന്നീ വശങ്ങൾ സമാന്തരമാണ്. ചതുർഭുജത്തിൻ്റെ എല്ലാ കോണുകളും പുറം കോണുകളും കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ P എന്ന് പറഞ്ഞ കോണ് 50 ഡിഗ്രി ആണെന്നും R എന്ന് പറഞ്ഞ കോണ് 110 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക നോക്കാം. P എന്ന മൂലയിലെ അകക്കോണ് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ Pയിലെ പുറംകോൺ എത്രയായിരിക്കും? 180 50 കുറച്ചാൽ പോരെ? കാരണം എന്താണ്? അതൊരു രേഖീയ ജോഡിയാണ്. രേഖീയ ജോഡിയാണെന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിൽ 150 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് കിട്ടാൻ 180 50 കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടുന്നത്? 130 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 6ലുള്ള അകക്കോണാണ് അല്ലേ? 6 എന്ന മൂലയിലുള്ള അകക്കോണാണ്. അതെത്രയാണ്? 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 6 എന്ന മൂലയിലെ പുറംകോൺ എന്തായിരിക്കും? 180 110 കുറച്ചത് അല്ലേ? അതും രേഖീയ ജോഡിയാണ്. അപ്പോൾ 180 110 കുറക്കുമ്പോൾ എത്ര കിട്ടുക? 70 ഡിഗ്രി എന്നും കിട്ടും. ഇനി നോക്കൂ, ബാക്കി രണ്ട് കോണുകളും അകക്കോണും പുറംകോണും നമുക്കറിയില്ല അല്ലേ? പക്ഷെ നമുക്കറിയാം, പിന്നെ SR എന്ന് പറഞ്ഞാൽ അതിന് പാരലലാണ് PQ എന്ന് പറയുന്ന ലൈന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺ P എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകക്കോണും എസിൻ്റെ പുറം കോണും എന്തായിരിക്കും? അത് സമാന കോണുകളാണ്. അതുകൊണ്ട് അത് ഈക്വൽ ആയിരിക്കും. അപ്പം P 50 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എസ്സും എന്തായിരിക്കും? എസിൻ്റെ പുറം കോണും 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എസ് എന്ന മൂലയിലെ പുറംകോണ് സമം 50 ഡിഗ്രി എന്ന് എഴുതാം. പുറംകോണ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൂലയിലെ അകക്കോണ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? എത്രയായിരിക്കും? 180 50 കുറച്ചത്. അപ്പോൾ 130 ഡിഗ്രി എന്ന് കിട്ടും. അത് രേഖീയ ജോഡിയാണ് അല്ലേ? അകക്കോണും പുറക്കോണും രേഖീയ ജോഡിയാണ്. അതുകൊണ്ട് തന്നെ അത് 130 ഡിഗ്രി എന്നും കിട്ടി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കാനുള്ളത്? ക്യൂവിലുള്ള അകക്കോണും പുറംകോണുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കൂ, 6ലെ അകക്കോണും ക്യൂവിലെ പുറംകോണും സമാന കോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതും എന്താണ്? 6 110 ആയതുകൊണ്ട് ക്യൂവിലെ പുറംകോൺ എന്തായിരിക്കും? 110 ആയിരിക്കും. ഇനി ക്യൂവിലെ പുറംകോണ് കിട്ടിക്കഴിഞ്ഞാൽ അകക്കോൺ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ക്യൂ എന്ന മൂലയിലെ അകക്കോൺ എത്രയാണ്? 180 മൈനസ് 110 അല്ലേ? 180 110 കുറക്കുമ്പോൾ 70 ഡിഗ്രി എന്നും കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ കോണുകളും കിട്ടിയല്ലോ അല്ലേ? ഇനി നമുക്കിതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു ചതുർഭുജം വരച്ച് ഏതെങ്കിലും 2 മൂലകളിലെ പുറംകോണുകൾ അടയാളപ്പെടുത്തുക. ഇവയുടെ തുകയും മറ്റു 2 മൂലകളിലെ അകക്കോണുകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ചതുർഭുജം വരയ്ക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ABCD എന്ന് പറഞ്ഞൊരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. അളവുകളൊന്നും നോക്കിയിട്ടില്ല, റഫായിട്ടൊരു ചതുർഭുജം വരച്ചു. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അതിന് 2 ഔട്ടർ ആംഗിളിലെ പുറംകോണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ 2 പുറംകോണും വരച്ചിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ 2 പുറംകോണുകളുടെയും പിന്നെ പുറംകോണ് വരക്കാത്ത 2 അകക്കോണുകളില്ലേ, അവയുടെയും തുക തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് AD എന്ന് പറഞ്ഞിട്ടുള്ള അകക്കോണുകളില്ലേ, അതിൻ്റെ തുകയും പിന്നെ Bയിലും Cയിലുള്ള പുറംകോണുകളുടെ തുകയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനൊക്കെ ഒരു പേര് കൊടുക്കാം. അതായത് ആ കോണുകളുടെ ഒന്നും അളവുകൾ എത്രയും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പിന്നെ D എന്നുള്ള ആ ഒരു അകക്കോണിന് A ഡിഗ്രിയാണ് എന്നുള്ള ഇതിൽ കൊടുക്കുക. അതുപോലെ A എന്നുള്ളതിൻ്റെ അകക്കോണിന് B ഡിഗ്രി, പിന്നെ C എന്നുള്ളതിൻ്റെ പുറം കോണിന് Xും B എന്നുള്ളതിൻ്റെ പുറം കോണിന് Y ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. ഇനി നോക്കൂ, C എന്ന മൂലയിലെ പുറംകോണ് നമ്മൾ X ആണ് പെടുത്തത് അല്ലേ? അപ്പോൾ അതിൻ്റെ അകക്കോൺ എത്രയായിരിക്കും?
180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ, അത് രേഖീയ ജോഡിയാണ്. അപ്പോൾ അത് 180 മൈനസ് എക്സ് ആണ്. അതുപോലെ ബി എന്നുള്ള മൂലയിലെ പുറം കോണ് വൈ ആണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ അകക്കോൺ എന്തായിരിക്കും? 180 മൈനസ് വൈ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു ചതുർഭുജത്തിലെ എല്ലാ അകക്കോണുകളും കിട്ടിയില്ലേ. ഒന്ന് എ ബി നമ്മൾ ആദ്യം എടുത്തു, പിന്നെ മറ്റേത് രണ്ട് ഏതൊക്കെയാണ്? 180 മൈനസ് എക്സും 180 മൈനസ് വൈയും ആണ് അല്ലേ. ഇനി നമുക്കറിയാം എന്താണ് ഇത്, നാലും കൂടെ കൂട്ടിയാൽ 360 ആണ് എന്ന് അറിയാമല്ലേ. ഒരു ചതുർഭുജത്തിലെ 4 കോണുകളും കൂടി കൂട്ടിയാൽ എന്താണ്? 360 ആണ് എന്നറിയാം. അപ്പോൾ ഏതൊക്കെയാണ് ആ 4 കോണുകൾ? എയും ബിയും 180 മൈനസ് എക്സും 180 മൈനസ് വൈയും കൂടെ കൂട്ടിയാൽ എന്താണ്? 360 ആണ് എന്ന് എഴുതാം. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എ പ്ലസ് ബി പ്ലസ് 180 മൈനസ് എക്സ് പ്ലസ് 180 മൈനസ് വൈ സമം 360 എന്ന് എഴുതാം അല്ലേ. ഇനിയോ എ പ്ലസ് ബി പ്ലസ് 180 കൂടി എത്രയായി? 360. പിന്നെ മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 360 എന്ന് എഴുതാലോ. ഇനി നോക്കൂ, 360 നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് 360 എന്നുള്ളത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 360 ആവും. അപ്പോൾ എങ്ങനെ എഴുതാം? എ പ്ലസ് ബി മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 360 മൈനസ് 360 അല്ലേ. അവിടെയുള്ള 360 പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി 360. അപ്പോൾ 360 മൈനസ് 360. അപ്പോൾ എത്രയാ? 0 എന്ന് കിട്ടും. അപ്പോൾ എ പ്ലസ് ബി മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ മൈനസ് എക്സിനെയും മൈനസ് വൈനെയും സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? പ്ലസ് എക്സും പ്ലസ് വൈയും ആവില്ലേ. അപ്പോൾ എ പ്ലസ് ബി സമം എക്സ് പ്ലസ് വൈ എന്നാവില്ലേ. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചതുർഭുജത്തിലെ 2 അകക്കോണുകളുടെ തുകയാണ് അല്ലേ. പിന്നെ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാലോ അതിൻ്റെ 2 പുറം കോണുകളുടെ തുകയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? അത് ഈക്വലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ചതുർഭുജത്തിലെ 2 പുറം കോണുകളുടെ തുകയും മറ്റു 2 മൂലകളിലെ അകക്കോണുകളുടെ തുകയും തുല്യമായിരിക്കും എന്ന് എഴുതാലോ. അതല്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോണുകളെല്ലാം തുല്യമായ ഒരു ബഹുഭുജത്തിൻ്റെ ഒരു ബാഹ്യകോൺ ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ 2 മടങ്ങാണ്. അതിലെ ഓരോ കോണും എത്ര ഡിഗ്രിയാണെന്നും കണ്ടുപിടിക്കണം. അതിന് എത്ര വശങ്ങളുണ്ടെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, ചോദ്യത്തിൽ അകക്കോണുകളുടെ അളവുകൾ തുല്യമായിട്ടുള്ള ഒരു ബഹുഭുജം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു അകക്കോണിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ എല്ലാ അകക്കോണും എന്ത് തന്നെയായിരിക്കും? എക്സ് വീതം തന്നെയായിരിക്കും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? അകക്കോണിൻ്റെ ഇരട്ടിയാണ് പുറം കോണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അകക്കോണ് എക്സ് ആണെങ്കിൽ അതിൻ്റെ പിന്നെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x അല്ലേ. അപ്പോൾ പുറം കോണുകളുടെ അളവ് എന്ത് കൊടുക്കാം? 2x എന്നും കൊടുക്കാം. ഈ അകക്കോണും പുറംകോണും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് നമുക്കറിയാലോ. അപ്പോൾ എക്സും 2x കൂട്ടിയാൽ 180 അല്ലേ. അത് രേഖീയ ജോഡിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 2x സമം 180 എന്ന് എഴുതി. എക്സും 2x കൂട്ടിയാൽ 3x അല്ലേ. 3x സമം 180. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 180/3 കണ്ടാൽ മതി അല്ലേ. 3 × x ആണ്. അത് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോയപ്പോൾ ഹരിക്കണം 3. അപ്പോൾ 180 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 60 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 60 ആണ്. എക്സ് 60 ആണെങ്കിൽ 2x അതായത് പുറം കോൺ എത്രയാണ്? 120 ആണ് അല്ലേ. അപ്പോൾ അകക്കോണ് 60 ഡിഗ്രിയും പുറം കോണ് 120 ഡിഗ്രിയാണ്. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ കോണുകളുടെയും അളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ അകക്കോണുകളും 60 ഡിഗ്രി വീതമായിരിക്കും. അതുപോലെ എല്ലാ പുറം കോണുകളും 120 ഡിഗ്രി വീതമായിരിക്കും. പിന്നെ എന്താ അതിൽ ചോദിച്ചിട്ടുള്ളത്? വശങ്ങളുടെ എണ്ണമാണ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയാം? പുറം കോണുകളുടെ തുക എത്രയാണെന്ന് അറിയാം അല്ലേ. ഏത് ഒരു പോളിഗണിൻ്റെയും പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണല്ലേ. ഏത് ബഹുഭുജത്തിൻ്റെ ആയാലും പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പുറം കോണിൻ്റെ അളവ് നമുക്കറിയാം എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 360നെ 120 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പോൾ വശങ്ങളുടെ എണ്ണം കിട്ടൂലേ. കോണുകളുടെ എണ്ണം വശങ്ങളുടെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് തന്നെ 360നെ 120 കൊണ്ട് ഹരിച്ചാൽ വശങ്ങളുടെ എണ്ണം കിട്ടും. അപ്പോൾ 360നെ 120 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 0 വെട്ടിപ്പോവും. 36/12 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 വശങ്ങളുള്ള ഒരു ബഹുഭുജമാണ്. 3 വശങ്ങളുള്ള ബഹുഭുജം പറഞ്ഞാൽ ഏതാണ്? അതൊരു ത്രികോണാണ് അല്ലേ. ത്രികോണം ഏത് രീതിയിലുള്ള ത്രികോണാണ്? ഒരു സമഭുജ ത്രികോണാണ്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പുറം കോണിൻ്റെ അളവ് എന്താണ്? ഈ 120 ഡിഗ്രിയാണ്. അതുപോലെ അതിൻ്റെ അകക്കോണുകളുടെ അളവ് 60 ഡിഗ്രി വീതമാണെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ഈ പേജിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. ആ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? പുറം കോണുകളുടെ തുക അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിലോ? തുകകൾ തുല്യമാണെങ്കിലോ? അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് 3 ക്വസ്റ്റ്യൻ ആണുള്ളത് അല്ലേ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടീഷൻ? എന്താ പറഞ്ഞിട്ടുള്ളത്? പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ
ഇരട്ടിയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അകക്കോണുകളുടെ തുകയുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും സമമാണ് എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഈ അകക്കോണുകളുടെ തുക കാണാൻ ഒരു ഇക്വേഷൻ അറിയാലോ. പുറം കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം അല്ലേ. എത്രയാണ്? 360 അത് ഏതൊരു ബഹുഭുജത്തിനും പുറം കോണുകളുടെ തുക 360 തന്നെയായിരിക്കും. പിന്നെ അകക്കോണുകളുടെ തുക കാണാനുള്ള നമുക്കൊരു ഇക്വേഷൻ അറിയാലോ. എന്താണ്? n-2 ഇൻറ്റു 180 അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു n-2 ഇൻറ്റു 180 സമം 360 എന്ന് എഴുതാം അല്ലേ. ഇനി 2 ഇൻറ്റു 180 എത്രയാണ്? 360. അപ്പോൾ n-2 ഇൻറ്റു 360 സമം 360 എന്ന് എഴുതാലോ. ഇനി നമുക്ക് ആ ഗുണിക്കണം 360 എന്നുള്ളതിനെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? ഹരിക്കണം 360 എന്നാവും അല്ലേ. അപ്പോൾ എന്താവും? n-2 സമം 360/360 അല്ലേ. n-2 സമം 360/360. 360നെ 360 കൊണ്ട് ഹരിച്ചാൽ 1 എന്ന് കിട്ടും. അപ്പോൾ n-2 എന്ന് പറഞ്ഞത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? -2നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകാം. -2നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ +2 ആവും. അപ്പോൾ n സമം 1 + 2 എന്നാവില്ലേ. 1 + 2 പറഞ്ഞാൽ 3. അപ്പോൾ n സമം 3 എന്ന് കിട്ടി. എന്താണ് n എന്ന് പറയുന്നത്? വശങ്ങളുടെ എണ്ണമാണ് അല്ലേ. നമ്മളോട് കാണാൻ പറഞ്ഞുള്ളത് എന്താണ്? വശങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ വശങ്ങളുടെ എണ്ണം 3 എന്ന് കിട്ടി. വശങ്ങളുടെ എണ്ണം 3 എന്ന് പറഞ്ഞാൽ അതൊരു ത്രികോണമാണ്. അപ്പോൾ ഒരു ത്രികോണത്തിനെ കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലേ. ഇനി ഇതിലൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? അകക്കോണുകളുടെ തുക പുറം കോണുകളുടെ തുകയുടെ പകുതിയാണെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? അകക്കോണുകളുടെ തുകയുടെ പകുതിയാണെന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു അകക്കോണുകളുടെ തുക സമം പുറം കോണുകളുടെ തുക അല്ലേ. പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ പകുതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അകക്കോണുകളുടെ തുക എന്താണോ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു അകക്കോണുകളുടെ തുക സമം പുറം കോണുകളുടെ തുക എന്ന് എഴുതാം. ഇനി പുറം കോണുകളുടെ തുക എപ്പോഴും 360 തന്നെയാണ്. പക്ഷേ അകക്കോണുകളുടെ തുകയ്ക്ക് നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? n-2 ഇൻറ്റു 180. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു n-2 ഇൻറ്റു 180 സമം 360 എന്ന് എഴുതാലോ. ഇനി നോക്കൂ, 1/2 ഇൻറ്റു 180 കാണാം. 180നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 90 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ n-2 ഇൻറ്റു 90 സമം 360 എന്ന് എഴുതി. ഇനി നമുക്ക് 90നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടാവണം. അപ്പോൾ എങ്ങനെ എഴുതാം? n-2 സമം 360 അവിടെ ഉള്ളത് ആദ്യം എഴുതാം. 360 പിന്നെ ഗുണിക്കണം 90 എന്നുള്ള സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 90 എന്നായി. അപ്പോൾ 360 ഹരിക്കണം 90. അതിൽ 0 0 വെട്ടിപ്പോയി. 36/9. 36ൽ എത്ര 9 ഉണ്ട്? 4 9 ഉണ്ട് അല്ലേ. അപ്പോൾ n-2 എന്ന് പറഞ്ഞത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? -2നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുവരുമ്പോൾ +2 ആവും. അപ്പോൾ n സമം 4 + 2. 4 2 കൂട്ടിയാൽ 6 എന്ന് കിട്ടും. n എന്ന് പറയുന്നത് 6 ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? വശങ്ങളുടെ എണ്ണാണ്. അപ്പോൾ വശങ്ങളുടെ എണ്ണം എത്രയാണ് കിട്ടുന്നത്? 6 എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിലെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമായാൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമാവുമ്പോൾ അകക്കോണുകളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ആണ്. പുറം കോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 ആണ്. അപ്പോൾ n-2 ഇൻറ്റു 180 സമം 360 എന്ന് എഴുതാം. ഇനി നമുക്ക് 180നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഗുണിക്കണം എന്നുള്ളത് ഹരിക്കണം എന്നാവും അല്ലേ. അപ്പോൾ n-2 സമം 360 ഹരിക്കണം 180 എന്ന് എഴുതാം. 360നെ 180 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നത്? 2 കിട്ടും അല്ലേ. അപ്പോൾ n-2 എന്ന് പറഞ്ഞത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയായിരിക്കും? n സമം -2നെ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ +2 ആവും. അപ്പോൾ 2 + 2. n സമം 2 + 2 എന്ന് പറഞ്ഞാൽ n സമം 4. n 4 എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം 4 ആണ് എന്ന് സാരം. അപ്പോൾ അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമാവുന്നത് എപ്പോഴാണ്? അത് 4 വശങ്ങളുള്ള ഒരു ചതുർഭുജാവുമ്പോഴാണ് അല്ലേ അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമാവുന്നത്. അപ്പോൾ നമ്മൾ 3 കണ്ടീഷനും ചെയ്തു അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.